Dear students, Calicut University 6th സെമിസ്റ്ററിലെ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മൊഡ്യൂൾ വൈസ് ആണ് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ക്വസ്റ്റ്യൻസ് ചാൻസിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരുപാട് ടേംസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഇതുവരെ പഠിച്ചതിൽ ഈ ടോപ്പിക്കൊക്കെ കവർ ചെയ്തിട്ടുണ്ടോ, ഈ ക്വസ്റ്റ്യൻസൊക്കെ കവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക, നോക്കുക. ഇല്ലെങ്കിൽ അതൊന്ന് റീകോൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നോക്കാം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക്. ഫസ്റ്റ് മൊഡ്യൂളിൽ ഒരു 17 ഷോർട്ട് ക്വസ്റ്റ്യൻസ് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളതായിട്ട് ഉണ്ട്. അപ്പോൾ അത് നോക്കുക ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഓരോ ക്വസ്റ്റ്യൻസും വായിക്കുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻസും നോക്കുക, ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയോ എന്നുള്ളത്. അറിയില്ല എങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ആൻസർ എന്ത് ചെയ്യുക, നിങ്ങൾ ബുക്കിൽ നോക്കിയിട്ട് ഒന്ന് നോക്കിയിട്ട് പോവുക എക്സാമിന്. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 1ൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 മാർക്കിന് ചോദിക്കാനുള്ള ചാൻസ്. അപ്പോൾ ഇവിടെ നോക്കുക, ഒരുപാട് ടേംസ് അല്ലേ. അപ്പോൾ ഈ ടേംസ് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ വർഷങ്ങളിൽ നമ്മൾ ഒരു വർഷം എന്ന് ചോദിച്ചാൽ അടുത്ത വർഷങ്ങളിൽ എന്ത് ചെയ്യണം, വേറെ പല ഇതാണ് ചോദിക്കുന്നത് എക്സാമിന് വരുന്നത്. അപ്പോൾ അത് ഒരുപാട് ടേംസ് ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസിൽ പഠിക്കുക. ദെൻ ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളതായിട്ട് ഒരു 13 ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങളിവിടെ നമ്മൾ ഈ ഷോർട്ട് എസ്സേയിൽ തന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യനിൽ ഏതൊക്കെയാണ് വരാൻ ചാൻസ് ഉള്ളത് എന്നുള്ളത് ഒരു 13 ക്വസ്റ്റ്യൻസാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഫ്രെയിം ഔട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി സെക്കൻഡ് മൊഡ്യൂളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് മൊഡ്യൂളിൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിലൊക്കെ ഒരു 12 ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. നോക്കുക എന്താണ് TFC, KNCU, ഇതൊക്കെ ഓരോ ടേമാണ്, അതിൻ്റെ എക്സ്പാൻഷന് നോക്കുക. ഓക്കെ, അപ്പോൾ ഓരോന്നും ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് വായിക്കുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് നോക്കിയതിൻ്റെ ശേഷം പൗസ് ചെയ്ത് നോക്കിയതിൻ്റെ ശേഷം ഇതൊക്കെ എന്ത് ചെയ്യുക, നോക്കിയിട്ടുണ്ടോ എന്ന് നോക്കുക, പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്ന് നോക്കുക. ദെൻ സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ആഫ്രിക്കനെ പറ്റിയിട്ട് റൈറ്റ് ഷോർട്ട് നോട്ട് എഴുതാൻ, എക്സ്പ്ലെയിൻ ദ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഓഫ് പൊട്ടൻഷ്യൽ കോപ്പറേറ്റീവ് ഇൻ ആഫ്രിക്ക, പിന്നെ എക്സ്പ്ലെയിൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ സിയറ ലിയോൺ, പിന്നെ എക്സ്പ്ലെയിൻ ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ താൻസാനിയ. അങ്ങനെ ഓരോ നമുക്ക് ആ സെക്കൻഡ് മൊഡ്യൂളിൽ പല സ്ഥലത്തെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റും വരുന്നുണ്ട് ആ ഒരു സെക്കൻഡ് മൊഡ്യൂളിൽ. അപ്പോൾ അത് നോക്കുക. പിന്നെ VL Mehta കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ്, ഗാഡ്ഗിൽ അതിനെ പറ്റിയിട്ട് ഷോർട്ട് നോട്ട് എഴുതാൻ. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഒന്ന് നോക്കുക, നിങ്ങൾ അതൊന്ന് റീകോൾ ചെയ്യുക. ദെൻ തേർഡ് മൊഡ്യൂളിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ തേർഡ് മൊഡ്യൂളിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടിട്ടുള്ളൂ. നോക്കുക ഏതൊക്കെയാണെന്നുള്ളത്. ICAനെ പറ്റി ഷോർട്ട് നോട്ട്, കോപ്പറേറ്റീവ് കോമൺവെൽത്ത്, ICFO, IHO ഇതിനൊക്കെ പറ്റിയിട്ട് ഷോർട്ട് നോട്ട് എഴുതാനാണ്. ഓക്കെ, ദെൻ ഫോർത്ത് മൊഡ്യൂളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ ഫോർത്ത് മൊഡ്യൂളിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരുപാട് ടേംസ് വരുന്നതിലാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുള്ളത്. IBRD, വേൾഡ് ബാങ്ക് അല്ലേ, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ILOൻ്റെ ഒബ്ജക്റ്റീവ്സും ഫങ്ഷൻസും ഒക്കെ ചോദിക്കേണ്ടത്. അപ്പോൾ ഈ ഓർഗനൈസേഷൻ, വേൾഡ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. അപ്പോൾ അതിൽ നിന്ന് വേൾഡ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, നെക്സ്റ്റ് ഫിഫ്ത്ത് മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുക. ഏതൊക്കെയാണ്, അമുൽ, പിന്നെ NCUI, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, IFFCO, കോ പാർട്ണർഷിപ്പ് എന്താണ്, ദെൻ ഇൻ്റർ കോപ്പറേറ്റീവ് റിലേഷൻഷിപ്പ് തുടങ്ങിയ ക്വസ്റ്റ്യൻസ് ഫിഫ്ത്ത് മൊഡ്യൂളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ദെൻ ഫിഫ്ത്ത് മൊഡ്യൂളിൽ നിന്ന് ഷോർട്ട് എസ്സേ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത് ഏതൊക്കെയാണ്, ഈ IFFCO. നമ്മൾ ഇപ്പോൾ ഈ IFFCO എന്നുള്ള ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എവിടെ ചോദിച്ചു കഴിഞ്ഞാലും എഴുതാം അല്ലേ. പിന്നെ VDCS, പിന്നെ സ്ട്രാറ്റജി അഡോപ്റ്റഡ് ബൈ അമുൽ എന്തൊക്കെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്, അമുലിൻ്റെ ഹിസ്റ്ററി, അമുലുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഫിഫ്ത്ത് മൊഡ്യൂൾ എന്നുള്ളത്, സ്ട്രക്ചർ ഓഫ് അമുൽ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ഫിഫ്ത്ത് മൊഡ്യൂളിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് മുതൽ 5 മൊഡ്യൂളിലത്തെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ജസ്റ്റ് അതിൽ കൂടെ ഒന്ന് നോക്കി പോയിട്ടുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയമില്ല, കാരണം നാളെയാണ് എക്സാം.
ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെയൊക്കെ നിങ്ങൾ കണ്ണോടിച്ച് പോയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ എക്സാം എഴുതാം. ഓൾ ദ ബെസ്റ്റ് ഫോർ യു എക്സാം. താങ്ക് യു ഫോർ വാച്ചിങ്.